അങ്ങനെയുള്ള എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ചട്നിയാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ചില്ലി ഫ്ലേക്സ്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ചെറുനാരങ്ങ. ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് എത്ര ചട്നി വേണോ അതിനനുസരിച്ച്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വേണ്ടത് നമുക്ക് എന്താ പറയുക, വെളിച്ചെണ്ണ വേണം കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ എരിവില്ലാത്തതുകൊണ്ടാണ് നമ്മളത് എടുക്കുന്നത്. വെളിച്ചെണ്ണ വേണം. പിന്നെ കുറച്ച് മറ്റേ ചില്ലി പൗഡർ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. എരിവ് എപ്പോഴും കുറച്ച് കൂട്ടി വയ്ക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ കുട്ടികളൊക്കെ വാരി കഴിക്കും. ഇത് അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ആവശ്യത്തിനുള്ള അനുസരിച്ചുള്ള അളവ് നിങ്ങൾ എടുത്തോളൂ. എത്ര ആളുണ്ടോ അതിനനുസരിച്ച്. ഇതിപ്പോൾ ഞങ്ങൾ 2 പേരേ ഉള്ളൂ, അതുകൊണ്ടാണ് വളരെ കുറച്ചെടുത്തത്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ സാധാരണ മുളക് പൊടിയും കൂടെ കുറച്ച് ചേർക്കാം. വെളിച്ചെണ്ണയും എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ് ഇത്. ചെറുനാരങ്ങ ഞാൻ ഒരു